കരുത്ത് ജനങ്ങളാണെന്നും ഏത് ചക്രവർത്തിക്കും കൊലകൊമ്പന്മാർക്ക് മുൻപിൽ തലകുനിക്കാത്ത ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നുമുള്ള വി.ഡി. സതീശന്റെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളെയും ഉറപ്പുകളെയും കേരളം വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. മുഖ്യമന്ത്രിയായി സതീശൻ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങളും മറികടക്കാനുള്ള കടമ്പകളും ഏറെയാണ്. അത് അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഒരു പരിധിവരെ ജനങ്ങൾക്ക് വി.ഡി. സതീശനിൽ പ്രതീക്ഷയും താല്പര്യവും ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹം നൽകിയിട്ടുള്ള 12 ഉറപ്പുകളാണ്. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്ന്, യുവജനങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടി അവരുടെ ആളെന്ന തോന്നൽ ഉണ്ടാക്കാൻ സഹായിച്ച വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യുവാക്കളുടെ ഹരമായ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ വരുത്താനുള്ള അനുമതി നൽകും എന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. മുൻപും യുവാക്കളെ ഇംപ്രസ് ചെയ്യിക്കാൻ ഈ ഒരു കാര്യത്തിന് കഴിഞ്ഞിരുന്നു. ഇത്തരത്തിലൊരു ചേർത്ത് നിർത്തൽ വി.ഡിയെ സംബന്ധിച്ച് ഒരു വലിയ കടമ്പയായിരിക്കില്ല. ആ ഉറപ്പ് പാലിക്കാൻ അദ്ദേഹത്തിന് വളരെ ഈസിയായി സാധിക്കുക. മറ്റൊന്ന്, ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ട്രാഫിക് ബ്ലോക്കുകൾ കുറയ്ക്കുക എന്നതാണ്. റോഡുകളിലെ തിരക്ക് കുറയ്ക്കാൻ നീക്കങ്ങൾ ഉണ്ടാകും എന്നതും ചിലവ് കുറഞ്ഞ രീതിയിൽ ചരക്ക് നീക്കം നടത്തുക എന്നതും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കോസ്റ്റൽ ഷിപ്പിംഗ് കൊണ്ടുവരിക എന്നതും വി.ഡിയുടെ വാഗ്ദാനങ്ങളാണ്. ഒപ്പം നാഷണൽ ഹൈവേയിൽ ബൈക്കും ഓട്ടോയും ഓടിക്കാൻ അനുവദിക്കുമെന്നതും കേരളത്തിൽ എവിടെയും KSRTCയിൽ സ്ത്രീകൾക്ക് മെയ് 15 മുതൽ സൗജന്യ യാത്ര എന്നതും കോളേജ് സ്റ്റുഡൻസിന് മാസാമാസം 1000 രൂപ ധനസഹായം നൽകുക, യുവാക്കൾക്ക് ബിസിനസ് ആരംഭിക്കാൻ 5 ലക്ഷം വരെ പലിശരഹിത വായ്പ എന്നതും എല്ലാം അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളാണ്. എന്നാൽ പ്രതിമാസം 1000 രൂപ സ്റ്റുഡൻസിന് നൽകുന്നത് സാമ്പത്തികപരമായി ഒരു പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കാം. ഒപ്പം ആശാ വർക്കർമാർക്ക് ദിവസവേതനം 700 രൂപയ്ക്കും ക്ഷേമ പെൻഷൻ 3000 രൂപയും ആക്കുമെന്ന ഉറപ്പുമുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരുമെന്നതും മിനിസ്ട്രി ഓഫ് ടോളറൻസ് എന്ന പേരിൽ ഒരു വകുപ്പ് രൂപീകരിച്ച് സംസ്ഥാനത്ത് മതസൗഹാർദ്ദ സംരക്ഷണം ഉറപ്പാക്കുമെന്നതും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളാണ്. മുതിർന്ന പൗരന്മാർക്ക് ക്ഷേമത്തിനായുള്ള വകുപ്പുകളും ഉണ്ടാക്കും. കടമെടുക്കില്ല, നികുതി വർദ്ധിപ്പിക്കില്ല, കേരള ഖജനാവ് പണം കൊണ്ട് മൂടും. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറ്റുറപ്പുകൾ. എന്നാൽ അതിനു മാത്രമുള്ള പണം നമ്മുടെ ഖജനാവിലുണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവും നമുക്ക് എന്നതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. ഇത്തരത്തിൽ 12ലേറെ ഉറപ്പുകളാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിലും മറികടക്കാൻ ധാരാളം കടമ്പകളാണുള്ളത്. നിരന്തരം വിചാരണകൾക്കും മോണിറ്ററിംഗിനും വിധേയമായിരിക്കും സതീശൻ സർക്കാർ. എന്നാൽ വി.ഡിക്ക് മുഖ്യമന്ത്രിയായി ഭരിക്കാൻ ഭരണകടമ്പകൾ അതിലധികമാണുള്ളത്. ഏറ്റവും ആദ്യത്തേത് തന്നെ മുഖ്യമന്ത്രിയാകാനുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിമത സ്വരങ്ങൾ ഉയരുമ്പോൾ കോൺഗ്രസിലും മുന്നണിയിലും ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് ആദ്യത്തേത്. മാത്രമല്ല, ഇനി അങ്ങോട്ട് പോകുമ്പോഴേക്കും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു ഒപ്പോസിഷൻ അദ്ദേഹം നേരിടേണ്ടി വരുമായിരിക്കാം. അകത്തു നിന്നുള്ള പ്രതിസന്ധികൾ പോലെ തന്നെയാണ് ഭരണത്തിലും അദ്ദേഹത്തിന് പ്രതിസന്ധികൾ ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടി പല നേതാക്കന്മാരും നടത്തിയിട്ടുള്ള വൈകാരിക പ്രകടനങ്ങളെയും മറ്റും അംഗീകരിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക എന്നതും വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു കടമ്പയായിരിക്കും. മറ്റൊന്ന്, പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പരിഹാരം കാണാൻ സാധിക്കാതെ പോയിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ ജനകീയമായി തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാതെ പരിഹരിക്കുക എന്നതാണ്. അത് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഉയർത്താൻ പോകുന്നതുമായിരിക്കാം. അതിന്റെ ഒപ്പം തന്നെ ഇടത് സർക്കാർ മുൻപ് ഉന്നയിച്ചതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഒരു കടുംപിടുത്തം ആണ് എന്നത് പല കാര്യങ്ങളിലും സത്യമാണെങ്കിലും കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഒരു പക്ഷെ ഇനിയും ജനങ്ങൾക്ക് ഇഷ്ടമാകണം എന്നില്ല. അതിന്റെ ഒപ്പം തന്നെ കടമെടുക്കാതെയും നികുതി വർദ്ധിപ്പിക്കാതെയും കേരളത്തിന്റെ ഖജനാവ് പണം കൊണ്ട് മൂടും എന്നുള്ള അദ്ദേഹത്തിന്റെ അവകാശവാദം സാമ്പത്തിക ശാസ്ത്രപരമായി എങ്ങനെ സാധ്യമാകും എന്നത് ഒരു പ്രധാന ചോദ്യമാണ്. അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ പാർട്ടിക്ക് ഉള്ളിലെ പടയും മുന്നണിയിലെ രാഷ്ട്രീയ പ്രതിസന്ധികളും അദ്ദേഹത്തിന് വലിയൊരു ആഭ്യന്തര പ്രതിപക്ഷത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മുൻ സർക്കാർ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുക എന്നതിനൊപ്പം ആശാപ്രവർത്തകർക്ക് സപ്പോർട്ട് നൽകിയ അവരുടെ സമരങ്ങളുടെ ഒപ്പം നിന്ന പാർട്ടി എന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കാനാവില്ല വി.ഡി. സതീശന്. മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുള്ള PSC പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അതിലെടുക്കുന്ന ഈ പുതിയ സർക്കാരിന്റെ നിലപാടും യുവജനങ്ങൾ അടക്കമുള്ള ആളുകൾ അതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരിക്കും. ഇതെല്ലാം സതീശന് കൃത്യമായി പരിഹരിക്കേണ്ടി വരും. മന്ത്രി കസേരയിൽ ഒന്നിരിക്കുന്നതിനും സത്യപ്രതിജ്ഞയ്ക്കും മുൻപേ തന്നെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി KSRTCയിൽ ചാടിക്കയറിയ, വർഗീയ പരാമർശങ്ങൾ നിരന്തരം നടത്തുന്ന, സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് ഉള്ള, അകത്തും പുറത്തും ശത്രുക്കൾ ഒരേപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലും സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഖജനാവുമുള്ള
ഒരു അന്തരീക്ഷത്തിൽ വി.ഡി. സതീശൻ ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളും.